യെസ്, അപ്പം ഞാൻ അടിപൊളിയായിട്ട് വരുന്നത്. ഹായ്. അടുത്ത മേക്കപ്പ് ലുക്ക് അച്ചുവിൻ്റെ അടുത്ത കോസ്റ്റ്യൂം മാറ്റിയിട്ട് എടുത്തത് തെച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ വെച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി അവളെ എന്തായാലും സുന്ദരിയാക്കിയിട്ട് ഇരുത്തുന്നുണ്ട്. അച്ചു എന്താ പറയാനുള്ളത്? സൂപ്പർ. ഇനി ഇതിൽ മാലയൊക്കെ വരാണ്ട്, അടിപൊളി മാലയൊക്കെ വരാണ്ട്. ഇങ്ങോട്ട് നോക്ക, അച്ഛൻ്റെ കണ്ണ് കണ്ടോ, കണ്ണ് ഐസൊക്കെ. അങ്ങനെ അച്ഛൻ്റെ സെക്കൻഡ് മേക്കപ്പ് കഴിഞ്ഞു. അച്ചു ഹെയർ ലാസ്റ്റ് ഹെയർ റെഡിയാക്കി കൊടുക്കണം. അച്ചു അച്ഛൻ നിങ്ങൾ മെല്ലെ നോക്ക്. അതാ മേക്കപ്പ് കഴിഞ്ഞ് ചെണ്ടൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇത് ക്ലിയർ അല്ല അല്ലേ? ചെണ്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അടുത്ത കോസ്റ്റ്യൂമായിട്ട് കുളത്തിലേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു. പേടിയുണ്ടോയെന്നറിയില്ല. രസം അവർ റിസ്ക് ആലോചിച്ച് നോക്കിയ ഫോട്ടോഷൂട്ടിൻ്റെ കാണാല്ലേ. അച്ഛൻ ഒന്ന് മാറ്റി നോക്ക്. അവരവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ പൂവൊക്കെ ഇട്ടിട്ട് അവിടെ പൂവൊക്കെ ഇട്ടിട്ട് അലങ്കരിക്കുന്നുണ്ട്. കളത്തിലൊക്കെ വൃത്തികേട. ചെമ്പിലിറങ്ങാൻ പോവാണ് അച്ഛൻ. ഞാൻ പോസ്റ്റ് കഴിഞ്ഞാൽ ചെമ്പിലിറക്കുന്നുണ്ട്. ഇതിനൊക്കെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലുണ്ടാവുകയെ. വെയിലുണ്ട്. അവരാ ഫോട്ടോഷൂട്ടിൻ്റെ കഷ്ടപ്പാട് നോക്കി. അവരാ പാവ അതിലൊക്കെ ഇറങ്ങിയിരുന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അയ്യോ, ആ കുട്ടി എങ്ങനെ ഇങ്ങോട്ട് വരിക? അയ്യോ, ഞാനിങ്ങനെ പോവോ? വേണ്ട, അങ്ങനെ പിടിച്ചോളൂ. അങ്ങനെ വെച്ചാൽ മതി. നീ വലിക്കണം. അയ്യോ, പാവട്ടോ. അയ്യോ, പോയതാ ഒരു പോക്ക്.
ഈ തിണ്ടില്ലേ ഈ തിണ്ടിലേക്കാണോ ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെയല്ലേ അത് ഏതൊക്കെയാ ഒരു സ്റ്റെപ്പ് കൂടി ഇറങ്ങിയെന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങി നല്ലതാണെന്ന് ആണോ അത് വേണ്ട 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 അവിടെ തന്നെ മതി നോക്കട്ടെ. നന്നായിട്ടൊന്ന് കയറ്റി പിടിക്കണ്ട ഒരു ഡീസന്റ് ആയിട്ട് അല്ല ഉള്ളത്തെ പാന്റ് കയറ്റിയതാ. വീട്ടിലേക്ക് പോലെ എല്ലാം കയറ്റി അല്ല ഉള്ളത്തെ പാന്റ് കയറ്റിയതാ. അത് നല്ലതാണ്. ആ ഈ അടിച്ച ചുക്കില്ല അവിടുത്തെ വെള്ളല്ലേ അത് തന്നെ തെറിപ്പിച്ചാൽ മതി. അങ്ങനെയല്ലേ? ആ ഇങ്ങോട്ട് ഈ സൈഡിക്ക് അങ്ങോട്ട് ഈ സൈഡിക്ക് സ്റ്റാർട്ട് ചെയ്താ പറയാ. നല്ല ചിരിച്ചിട്ടാ അയ്യോ അങ്ങനെ മതിയോ? ഒന്നുകൂടി വേണം. ജയ്സേട്ടാ ഇവിടുന്ന് ഫ്രൈ വെക്കണ്ട ജയ്സേട്ടാ പോയി പറ്റി. വേണ്ട അവിടെ നിന്ന് ഇവിടെ അവിടെ നിന്ന് ലൈറ്റ് വേണോ അതാ അവിടെ നിന്ന് ലൈറ്റ് ഇവിടെ ഷെയ്ഡാ നല്ലൊരു കാലം ഇറക്കി വെച്ചു അതിലേക്ക് അങ്ങനെ പിടിച്ചിട്ട് ആ ഷാളിന്റെ അറ്റം കൈ പിടിക്കാൻ പറ്റില്ല ഷാളിന്റെ അറ്റത്തിലേക്ക് ഇങ്ങനെ പിടിച്ച് ഷാളിന്റെ അറ്റം ഇങ്ങനെ അയ്യാ ഇവിടെ കുറച്ച് ലൂസാക്കി കിട്ടി കൊടുക്കണോ വെച്ചു ഇത് ലൂസ് തന്നെയാ. അല്ല ഈ ഷാളിന്റെ അറ്റം കുറച്ച് നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ അങ്ങനെ കെട്ടാൻ പറ്റുമോ അങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ഇത് മതി അത് മതി ഇങ്ങനെ ഇട്ടാ മതി. അപ്പൊ അത് just അപ്പൊ ആ മറ്റേ സാധനം ഉണ്ടാവില്ല. മതി ഇത് മതി ഈ കാലം കല്ലിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ ചെറുതായിട്ട് പായസം കാണുന്ന രീതിയിലൊന്ന് കുറച്ച് പാക്കിലേക്ക് ബെൻഡായിട്ട് ജസ്റ്റ് നൈസ് കുറച്ച് അപ്പി പിടിച്ച് നന്നായി ചിരിച്ച അങ്ങോട്ട് തിരിച്ച് ഫേസ് ഡൗൺ ആക്കണടാ ഒന്ന് ആക്കി നമ്മൾക്ക് തിരിച്ച് അങ്ങോട്ടല്ല ആ സൈഡിലേക്ക് കാറ്റ് അങ്ങോട്ട് വന്നതാ. അതായത് ഇങ്ങോട്ട് ഇങ്ങനെ പിടിക്കും ഇങ്ങോട്ട് പിടിക്കും ഇതങ്ങനെ വെറുതെ തന്നെ ഇട്ടാൽ ഒന്ന് കളിക്കുന്നൊക്കെ ചെയ്യോ? അയ്യോ അമ്മ അത് ഒരു മിനിറ്റ് ട്ടോ, പാവാട അഴിഞ്ഞു പോലെ പോവില്ല, ധൈര്യമായിട്ട് പൊട്ടിക്കോ, അതുണ്ടാവും. രണ്ട് കൈ ഉണ്ടെങ്കിൽ just കാണിക്കണം. ഇങ്ങനെയാണോ? വേഗം വേഗം. കൊട്ടിക്കൊണ്ടിരിക്കാൻ സമയത്ത് പെട്ടെന്ന് ചെയ്താൽ മതി ഓക്കേ, ഇടാം. താഴേക്ക് വെക്ക്. നീ വേണമെങ്കിൽ പോ, അല്ലെങ്കിൽ നിന്നെ ഒന്ന് പിടിച്ച്. ഐ, താഴേക്ക്. നാട്ടിലേക്ക് കളിക്കാൻ അയ്യോ. നിൽക്കണം എന്നൊരു അതൊക്കെ പിന്നെ ശരിക്കും താളത്തിലോ? നല്ല താളം. വീഡിയോ ആയിട്ട് എടുക്കണത് നന്നായിട്ട് ചെയ്തോ ജസ്റ്റ് മാർക്കടാ. ചെറുതായിട്ട് ഒരു ഇതിലുള്ള കൊട്ടുന്ന പോലെ ഒരു ആക്കി ചെയ്തിട്ട് കൊട്ടുകാരിയാന്ന് വിചാരട്ടോ. നീ എന്താ എടുക്കുക? കട്ടി മോനെ അമ്മ എന്തിട്ടാണോ അത് വെള്ളത്തിലെന്ന് പറയാം അണ്ടർ വാട്ടറിലാണ് മതി എടുക്ക് കുറച്ച് കയറുന്നോ വരുന്നു
കേട്ടു അങ്ങോട്ട് കേട്ടു. ഞങ്ങളെല്ലാരും കഴിച്ചു. പൂവൊക്കെ കഴിച്ചിട്ട് ചേട്ടാ നല്ല പൂ എടുത്തോ കഴിഞ്ഞോ ഈ പൂവൊക്കെ ഇട്ടോ ഫില്ലുണ്ടായിരുന്നു. അത് പെട്ടെന്ന് കഴിക്കണ്ട തലേക്ക് പൊട്ടിച്ചോട്ടെല്ലാം. ഞാൻ വണ്ടിയിൽ കയറാൻ പോവാണ്. ഞാൻ വീഴാൻ പോവാന്ന് അറിയോ? നടു ഞാൻ പിടിക്കേണ്ടി വരും. എനിക്കിരിക്കാൻ പറ്റുമെന്ന് അതല്ല ഇത്ര വലിയ ഞാനും അങ്ങോട്ട് പറഞ്ഞാലേ എന്റെ പാരന്റ്സ് പോയി. ബൈ ഗൾഫ് വരെ പോയിട്ട് വരാം. അയ്യോ ഒരു ഹായ് പറഞ്ഞു പോയിക്കോളൂ. നല്ല സുഖമുണ്ടതിലിരിക്കാൻ. നല്ല സുഖമുണ്ടതിലിരിക്കാൻ. ആ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിട്ടോ. അതോ കുറച്ച് വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് പോയി പാക്കപ്പ് അച്ചു ബൈ. അതോ വേണ്ടത്. അല്ല കിരൺ, ആ കുട്ടി പൂവൊന്ന് കയറ്റി വെച്ചടാ തലയിലേക്ക്. അതെങ്ങനെ പോകുന്ന അത് ലൂസായിട്ട് കൊറേ നേരമായില്ലേ നിങ്ങളിട്ട് ചാടിക്കുന്നത്. വടക്കൊരു പരിധിയില്ലേ? പാവട്ടത് പാവട്ടോ. കിരൺ ഉറങ്ങിയോ? അല്ല ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങോട്ട് തിരിച്ചു വെക്കാം. അത് കുഴപ്പമില്ല. ആ മതി. ആണല്ലേ കാണുന്നില്ല. ഏതാ കൊണ്ടുപോവാ ഇതിനങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് മുങ്ങിക്കോ. അല്ല നേരെ മുടിക്കും. സാധോ കുഴപ്പമില്ല. അവളെന്തിനും റെഡി ആയിട്ട് വന്നിരിക്കുന്നു. ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽ. അഴിച്ചിടാനോ? അഴിച്ചിട്ടാണോ? നീ അവിടെ സൈഡിൽ നിന്ന് പൊന്തിച്ചു വിട്. ഞാൻ ഒന്നുമില്ല അവിടെ നടന്നോ. സാധനം എടുത്തേക്കോ അവിടെ.
ഞാൻ പറഞ്ഞു ഈ വെള്ളം നനച്ചിട്ടില്ല പാത്രത്തിലിരിക്കുന്ന ഫോട്ടോ എടുത്ത് പാത്രത്തിൽ ഇരിക്കുന്നത് പക്ഷെ നനഞ്ഞിട്ട് കുറച്ച് അതിലൊഴിക്കട്ടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു ആ കുട്ടി മുങ്ങി. അതോ മുങ്ങി. പിന്നെ ഓർണമെന്റ്സും ആ മേക്കപ്പും അത് കണക്കുള്ളൂ. 2500 ഗോൾഡ് ഉണ്ടോ? നൈസായിട്ട് ഗോൾഡ് അതിനെ മറിഞ്ഞ് ബാക്കിലേക്ക് വേണം. അങ്ങനെയാണ് ശരിക്കും. ഫുള്ള് ഹെയർ ഒന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം പോയി ട്രൈ ചെയ്യാൻ അല്ല അവിടെ പോയിട്ട് നിനക്ക് ഇഷ്ടല്ലേ? നിനക്ക് ഇഷ്ടായിട്ടല്ലേ? നീയുണ്ട്. അതെന്ന് ചോദിച്ചേ നമുക്ക് അവിടെ നിന്ന് മെല്ലാനെ കൊട്ടിട്ട് വരിക. നമുക്ക് ഏകദേശം എത്താറുമ്പോ പറഞ്ഞു ഹാപ്പി ആണെന്നുള്ളത് ഓട്ടോമാറ്റിക് എടുത്ത് പറഞ്ഞു കൊടുത്താ. ഞങ്ങള് നോക്കിട്ട് കണ്ടിന്യൂസ് ആയിട്ട് താൻ വരുന്നുണ്ട്. വേറെ ഡയലോഗ് നല്ല വേണ്ട. ഇതൊന്നുകൂടി ബാക്ക് വെച്ചിട്ട് അവസാനം അടുത്തെത്തുമ്പോ അവസാനം ഒരു ഹാപ്പി ഓണം വന്നു. അത് വീഡിയോ ക്യാമറ ഇങ്ങോട്ട് നോക്കി കേട്ടോ. ഇതിന്റെ ഡയലോഗ് ഒന്നുണ്ട് അയാളെ ഒപ്പിക്കണ്ടേ? നീ അടിയിലേക്ക് നോക്കല്ലേ? അടിയിലേക്ക് പരമാവധി താഴേക്ക് നോക്കല്ലോ. ഷെയ്ഡ് കണ്ടിട്ടുണ്ട് എൻ്റെ അവിടെ. മാല ജസ്റ്റ് ഒന്ന് പൊക്കിട്ടായിട്ട് റെഡി അല്ലേ കിരൺ? റെഡി. വീഡിയോ വന്നില്ല. റെഡി റെഡി. മുഖത്ത് ഫുള്ള് വെയിലല്ലോ. ഞാൻ വീഡിയോ ഓണാക്കി പെട്ടെന്ന് പോയി. ഹാപ്പി ഓണം വന്നു. കണ്ണടഞ്ഞു മേക്കപ്പോ വെയില് കൊണ്ടിട്ട് പറഞ്ഞേ. തള്ളായി വേഗം പറ ഒന്നോട്. ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തോട്ടാ. ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയണ്ട. എന്നോട് നോക്കിയാ ഇയാള് എന്നിട്ട് പറയട്ടെ. കുറച്ച്
ചേട്ടൻ അപ്പു അച്ചു അവിടെ 2 കോസ്റ്റ്യൂം കഴിഞ്ഞു. ഇവിടെ ഡാർക്കാണ്. ഒരു മിനിറ്റ് പൊന്തുവോ? അച്ചുവിൻ്റെ സാഹസികമായ പോയി. അവരവിടെ ഫുഡ് കഴിക്കുകയാണ്. അവരുടെ ഒക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ഉണ്ടോ? അക്കൊന്ന് പൊട്ടി ചിങ്കാരിവളം കുട്ടികളെ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും എന്റെ രീതിയിലാണ്. ഹലോ, ഇതേ അപ്പോ ഞാൻ 3ാമത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചേച്ചിയാണ് എന്റെ ബ്യൂട്ടീഷ്യൻ. അല്ല കേട്ടോ, ചങ്കാണ്, കരളാണ്, മുത്താണ്. ആ ചേച്ചിയാണ് എനിക്ക് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത്, ഐ മീൻ എന്നെ സുന്ദരിക്ക് തന്നെ. ഇപ്പൊ യക്ഷീനെ പോലെ വേറെ വ്യത്യാസമില്ല. അപ്പൊ ഇതാണ് മെയിൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന മെയിൻ ആള്. ഇപ്പൊ ഇവരൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് ആട്ടോ. എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നവരാണ്. ഓക്കെ, ഈ എന്റെ പേര് കിരൺ, ചേച്ചിയുടെ പേര് ശ്രീലക്ഷ്മി, ഹരീഷ്, ജയ്സൺ. ഫ്രീലാൻസറാണ്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ലൊക്കേഷനിക്ക് പോവാണ്. അവിടെ അടച്ചിടാനില്ലല്ലോ, ഉറപ്പല്ലേ? ഞങ്ങൾ ഒരു എന്താണ് അടച്ചില്ലേന്ന് അറിയാതെ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റത്തെ ഫോട്ടോഷൂട്ട് കേട്ടോ. കുറെ കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഇങ്ങനെ വളഞ്ഞ വഴി വന്നുള്ള എന്നൊരു ഫോട്ടോഷൂട്ടാണത്. അപ്പൊ അത് എന്താണ് അടിപൊളിയായിട്ട് നടന്നു. ആൻഡ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞു കൊടുക്കും. ഇവരുടെ എന്റെ അച്ഛന എന്റെ ഈ ഫോട്ടോസ് ഡിസ്ക്രിപ്ഷൻ ഇടാട്ടെ. എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ഐ ഡീസ് എല്ലാവരും ഞാൻ ഇടാം. എന്റെ അക്കൗണ്ടിലും ചേച്ചി അക്കൗണ്ടിലും ഇവരുടെ അക്കൗണ്ടിലൊക്കെ ഫോട്ടോസ് ഉണ്ടാവും. സോ എല്ലാവരും പേജ് ചെക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തിടാം. എന്നാൽ മാത്രമേ ഞങ്ങളെടുത്ത വീഡിയോ ഫോട്ടോസ് വീട്ടിൽ കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇവർ പോകണമെന്നാണ് വിചാരിച്ചത്. ആ റോഡ് ഞങ്ങൾ പകുതി പോയപ്പോൾ റോഡ് എന്തോ ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. അത് കാരണം ഇങ്ങോട്ട് വന്നു. ഇവിടെ ശ്രീലക്ഷ്മി മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാവിലെ ഇത് ആകെ വെയിലൊക്കെ കൊണ്ടിട്ട് കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ആകെ വെയിലായിരുന്നു. ആകെ മൊത്തം വെയിലായിട്ട് എന്നിട്ട് ഇതൊന്ന് തുടച്ച് ഇപ്പോൾ ക്ലീൻ ചെയ്ത് വീണ്ടും മേക്കപ്പ്. ഇപ്പം സമയം എത്രയുണ്ട്? സമയം 4:45 തോന്നുന്നു. വീണ്ടും മേക്കപ്പ് ചെയ്യുന്ന അച്ഛന്. ചേട്ടൻ മീൻ പിടിച്ചിട്ട് ചേട്ടന് മീൻ കിട്ടി. മീൻ എവിടെ കാണിക്കൂ? കണ്ടോ കയ്യിൽ മീൻ. അയ്യോ പോണ്ട. ഉണ്ടോ പെട്ടക്കണ മീനല്ലേ? ഇത് കൊണ്ട് അതാ പോയി. ഇത് കൊണ്ടേ കറി വെക്കുക. വറക്കും. വറക്കാനാ ടേസ്റ്റ്. ഞങ്ങൾ ഈവനിങ് ആയി ഇവിടെ വന്നിട്ട് മീൻ പിടിച്ചിട്ട് അത്ര വീട്ടിൽ പോവാ. എന്നിട്ട് പോയിട്ട് മീൻ അങ്ങോട്ട് നേരാക്കി വറുത്ത് കണ്ട് പെടയുന്നു കിടന്നിട്ട്. പെടയുന്ന മീൻ. അയ്യോ ആ വെള്ളത്തിലേക്ക് ചാടിപ്പാ. കണ്ടോ വലിയ പിടക്കണ മീനിനെ കിട്ടി അങ്കിളിന്. പെട്ടക്കണ മീനിനെ അങ്കിളിന് കിട്ടി. ഇന്ന് അങ്കിള് ഇനി പോവില്ല. കണ്ടോ ആ അങ്കിളിന് പെട്ടക്കണ മീനിനെ കിട്ടി വലുതായിട്ട്. ഓക്കെ ഇനി അതിനവിടെ ആ മറ്റേ ചെറുതെവിടെ? ആ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ കിരൺ എല്ലാവരുടെയും ഫോട്ടോ എടുത്തതുണ്ട്. അവർ രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ചേട്ടൻ മീൻ പിടിക്കൽ നിർത്തിയിട്ടില്ല കേട്ടോ. നിൽക്കുമ്പോൾ ഒരു അങ്കിൾ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ വല ഇടുന്നുണ്ട്. ചൂണ്ടിടുക. ഞാൻ അമ്മേറ്റ ഇവിടെ വീടിനൊക്കെ കുഴിയും കൊണ്ടൊക്കെ ഉണ്ട്.
അത് ചവിട്ടില്ല പോ. കണ്ടോ മീന് പിടിക്കാനും വല ഇട്ടിട്ട്. അതാ കിട്ടണ്ടേ. അയ്യോ അപ്പൊ കിട്ടണ്ടേ. കിട്ടൂലേ മീനിനെ കിട്ടും. ആ അവളുടെ അമ്മയെ വിളി കേൾക്കാം ഇടയ്ക്കിടയ്ക്ക്. ആ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് സാഹസികമായി അങ്ങോട്ട് ചാടിച്ച് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് അച്ഛനെ. എവിടുന്ന ഫോട്ടോഗ്രാഫി എടുക്കണം? ഫോട്ടോഗ്രാഫിലൂടെ കണ്ടോ ഹെയറൊക്കെ രാവിലെ എന്താ സ്പ്രേ ഒക്കെ അടിച്ചിട്ടേ ക്ലിയർ ആയിട്ടില്ല. അയ്യോ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അത് സാഹസികം കിട്ടി. അഞ്ചേമുക്കാലായിരിക്കുന്നു. ഞങ്ങൾ രാവിലെ വന്നതാണ്. ഇത്ര സാഹസികമായി അവിടുന്ന് അങ്ങോട്ട് ചാടിച്ച് അവരനെ അച്ഛൻ്റെ അതിസാഹസികമായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് വരുന്നത്. അതിസാഹസികമായ ഫോട്ടോസൊക്കെയാണ് അവളുടെ ഇൻസ്റ്റാഗ്രാം. ലൈറ്റ് പോയി. അപ്പോൾ രണ്ടുപേർക്കും ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോട്ടോകൾ ഇതിൽ ക്ലിയർ ആവുണ്ടാവില്ല ഈ ഫോൺ ആയതുകൊണ്ട്. അച്ചു അപ്പു പോസ്റ്റ് ചെയ്യുന്നു. ഹലോ. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളൊന്ന് ഫ്രഷായി ഫുള്ള് ടയേർഡായിട്ടിരിക്കുക കേട്ടോ. യെസ്. അപ്പം എന്താ ഇതായിരുന്നു ഇന്നത്തെ ഫോട്ടോഷൂട്ട്. ഇന്ന് ഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഡേ ആയിരുന്നു. ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം വെച്ചാൽ എന്താ പറയുക, എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹം കൂടിയായിരുന്നു. പിന്നെ ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്കായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ്. തുണി കൊടുക്കണേന്റെ ഷാഡോ, അതിന്റെ ഷാഡോ ആ വീഡിയോയില്. യെസ്. അപ്പം നമ്മൾ ലൈറ്റിന് മുമ്പിലാണ് പിടിക്കണേ. അപ്പോൾ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോ ഫോട്ടോസും ഉണ്ടായിരുന്നത്. മേക്കപ്പ് ചേച്ചി കാണിച്ചാലും കിരണേട്ടൻ കാണിച്ചാലും ഫോട്ടോഗ്രാഫർ ആരാണിച്ചാലും അവരുടെ എന്താണ് ടീം കാണിച്ചാലും അടിപൊളി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. പിന്നെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ അടിച്ച് പൊളിച്ച്. അപ്പോൾ എല്ലാവരുടെയും ഞങ്ങൾ എടുത്ത ഈ ഫോട്ടോസൊക്കെ അവരുടെ രണ്ട് കോസ്റ്റ്യൂമിൽ ഞാൻ ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാൻ ഇട്ടുപോയ കോസ്റ്റ്യൂമിലും ഫോട്ടോസ് എടുത്തു. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും ഫോട്ടോഗ്രാഫറായ കിരണേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും പിന്നെ മേക്കപ്പ് ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അവരുടെ എന്റെയും ഒക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എല്ലാരും ചെക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നാലും അമ്മടിയും കൊടുക്കണം. അമ്മടി കൊടുക്കണം. അതുമല്ല എക്സ്പീരിയൻസ് പറയാ. കുളത്തിൽ ഇറങ്ങിയ എക്സ്പീരിയൻസ് എന്തായാലും അതൊക്കെ വൈബ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സീരിയസ്ലി എന്താ പറയാ, കൊളാബ് വന്നതായിരുന്നു എന്ന് പറയുക. അല്ലാതെ നമ്മള് ഇതായിട്ട് എടുത്തതല്ല, അവര് കൊളാബായിട്ട് ചെയ്ത് തന്നതാണ് എല്ലാം. അവര് അപ്പൊ എനിക്ക് നീന്താൻ അറിയത്തില്ല. അപ്പൊ ആ ഏട്ടൻ അത്രയും എന്താ പറയാ നീന്താറിയില്ല, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞപ്പോ എഫേർട്ട് എടുത്തിട്ട് ഏട്ടൻ നീന്തിയിട്ട് എന്റെ ഒപ്പം നീന്തിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ മുങ്ങുക അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ റിസ്ക്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് ഞാന്. ഇവള് ഫോട്ടോ എടുക്കുമ്പോ ആ ഏട്ടൻ മുങ്ങും, ബാക്കി സമയത്ത് പൊങ്ങിയിട്ട് ഇവള് അവളുടെ ഉരുളിയല്ലേ ഉരുളി പിടിക്കുക. ഉരുളി എന്നല്ല പറയാ, കറി വെക്കണ സാധനം, കറി. ഓക്കെ അതൊക്കെ അവര് നല്ല റിസ്ക് എടുത്തിട്ടുണ്ട്. അയ്യോ കൈ കഴിയണം, അതാണ് ഷേക്ക് ആവുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വയ്യാതെ യെസ്. പക്ഷെ എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം വെച്ചാൽ 3 കോസ്റ്റ്യൂമിൽ ഞെട്ടുപോയ കോസ്റ്റ്യൂം, പിന്നെ അവരുടെ കോസ്റ്റ്യൂം, പിന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു. ആ ചേച്ചി ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് തീരുന്ന വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല കമ്പനിയായി. യെസ്. അപ്പോൾ അവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ID ഞങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക, എൻ്റെയും മെൻഷൻ ചെയ്യുക. അപ്പോൾ കയറി നോക്കുക. എല്ലാ ഫോട്ടോസും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അമ്മയ്ക്ക് വല്ലതും പറയണ്ട.
ഇല്ല, ഇനി അടുത്തത് ഉണ്ണിയും വാവടിയും. അടുത്ത ഫോട്ടോ ഇത് കുറെ പേര് കമന്റില് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു ഉണ്ണിവാവ ഇല്ലല്ലോ എന്ന്. അത് വേറെ ഫോട്ടോഷൂട്ടാണ്. ഇത് ഇൻസ്റ്റ കൂടെ കൊളാബ് വന്നതായിരുന്നു. നാളെ എന്ന് വെച്ചാ നാളെ മറ്റന്നാൾ. അപ്പോ ഇത്ര വീഡിയോ അല്ല, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോ, ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഓടിപ്പോയി ബെല്ലൈക്കൺ അടിക്കുക. കുത്തിപ്പൊടിച്ചേക്ക്. ഞങ്ങൾ അടുത്തൊരു